ഇന്നത്തെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രശ്നങ്ങളിൽ ഒന്നാണ് മുടി കൊഴിച്ചിൽ, താരൻ തുടങ്ങിയത്. നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ പരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ അതിന്റെ ഇലകളും പൂക്കളൊക്കെ എടുത്ത് ചതച്ച് താളിയായിട്ട് തന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇത്രയും മുടി കൊഴിച്ചിലോ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഞായറാഴ്ച നമുക്ക് വീട്ടിൽ കിട്ടുമ്പോൾ നമ്മുടെ ഗാർഡനിലുള്ള വെള്ളിലം എടുത്ത് അതിൻ്റെ ഇലകളെടുത്ത് ചതച്ച് താളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ്. ചൂട് കൂടുതലുള്ള ശരീരങ്ങളിൽ കുളിക്കാനായിട്ട് വെള്ളിലത്തിൻ്റെ ഇലകൾ ഇട്ടിട്ടാണ് കുളിച്ചിരുന്നത്. അത്രയും ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് വെള്ളിലം. ഇലകൾക്കും നല്ല പ്രത്യേകതയുണ്ട്. പച്ച ഇലകളുണ്ട്, വെളുത്ത ഇലകളുണ്ട്, മഞ്ഞ കളറിലുള്ള പൂക്കളും വരുന്നുണ്ട്, ഓറഞ്ച് കളറിലുള്ള പൂക്കളും വരുന്നുണ്ട്. ഗാർഡനിലും അലങ്കാര ചെടികളായിട്ടും ട്രോപ്പിക്കൽ രീതിയിലുള്ള ഗാർഡനിലൊക്കെ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വെള്ളിലം. അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഗാർഡനിൽ നിന്നൊക്കെ ഇതൊക്കെ പോയി. ഈ ചെടികളൊക്കെ നമ്മുടെ കുട്ടികൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർക്ക് അറിയില്ല പഴയ കാലത്ത് ഉണ്ടായിരുന്ന ചെടികൾ ഏതൊക്കെയാന്ന്. അവരിപ്പോൾ കാണുന്നത് മോഡേൺ ചെടികളായ മോൺസ്ട്ര തുടങ്ങിയ പ്ലാന്റ്സ് ആണ് അവർ കാണുന്നത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെള്ളിലം തുടങ്ങിയവ. ഈ പ്ലാന്റ്സ് എല്ലാം ഗാർഡനിലേക്ക് കൊണ്ടുവന്നാലാണ് അടുത്ത തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ഥിതി ലാൻഡ്സ്കേപ്പിങ്ങിലൂടെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാണ് ഒരു പഴയകാല ചെടികളെ.